കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 24 വാക്യത്തിൽ, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭങ്ങളിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി, മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, മോശയെക്കൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്തിൽ നിന്ന് ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്നു. വരുന്ന വഴിക്ക് അവരെ വിട്ടയക്കുവാൻ മനസ്സില്ലാത്ത ഫറവോൻ്റെ സൈന്യം അവരെ പിന്തുടർന്നു വന്നു. സന്ധ്യ ആയപ്പോൾ ഈ ഫറവോൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ നടന്നുപോയ ആ ഒരു അഗ്നിസ്തംഭം ഇവരുടെ പുറകിൽ വന്നിട്ട്, മേഘസ്തംഭം ഇവരുടെ പുറകിൽ വന്ന് ഇസ്രായേൽ ജനങ്ങൾക്കും ഫറവോൻ്റെ ആ ഒരു സൈന്യത്തിനും ഇടയ്ക്ക് നിന്ന് അവരെ ചേരാതെ ആക്കി. അങ്ങനെ ആ കടലിനെ രണ്ടായിട്ട് പിളർന്ന് ആ ഉണങ്ങിയ സ്ഥലത്തൂടെ തൻ്റെ മക്കളെ ദൈവം അക്കരെ കടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവർ അക്കരെ കടന്ന് തീരുവാനായപ്പോൾ ഈ ഫറവോൻ്റെ സൈന്യം അവർ പോകുന്നത് കണ്ടിട്ട് കടലിലേക്ക് ഇറങ്ങി കടലിൻ്റെ നടുക്ക് വന്നപ്പോൾ അഗ്നിമേഘ സ്തംഭങ്ങളിൽ നിന്നുകൊണ്ട് ആ പ്രഭാതയാമത്തിൽ കർത്താവ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു സൈന്യത്തെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഉടനെ അവരുടെ ആ ഒരു സൈന്യം താറുമാറാക്കി അവർ കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ആ മുങ്ങിപ്പോയവരുടെ ആ ഒരു ജഡങ്ങൾ ചെങ്കടലിലെ കരയിൽ വന്നടിഞ്ഞതായിട്ടും അത് ഇസ്രായേൽ ജനങ്ങൾ കണ്ടതായിട്ടും ബൈബിൾ പറയുന്നു. പ്രിയ ദൈവമക്കളെ, കഷ്ടങ്ങൾ, കടഭാരങ്ങൾ, രോഗങ്ങൾ, എന്നും ഭീഷണികൾ, ശത്രുവിനാൽ വരുന്ന ദുരത്തലുകൾ, ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ദിവസം ഈ ഒരു ഫറവോൻ ഇസ്രായേൽ ജനങ്ങളെ പിന്തുടർന്നു കൊണ്ടിരുന്നത് പോലെ നമ്മെ പിന്തുടർന്നു കൊണ്ടുവരുന്നു എന്ന് നിങ്ങൾ വേദനയോടെ ഇരിക്കുന്നുവോ? എത്ര തന്നെ ശ്രമിച്ചിട്ടും അതിൽ നിന്ന് നിങ്ങൾ കരയേറുവാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമത്തിലിരിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, ആ പ്രഭാതയാമത്തിൽ ഒന്ന് നോക്കി ആ പ്രഭവൻ്റെ സൈന്യത്തെ താറുമാറാക്കിയതുപോലെ നിങ്ങളെ തുടർന്ന് വരുന്ന സകല വേദന കാര്യങ്ങളെയും ഒന്ന് നോക്കി കർത്താവ് താറുമാറാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് തുരത്തിക്കളയുവാൻ ദൈവം നിങ്ങൾ ആ പ്രഭാതയാമത്തിൽ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രഭാതയാമത്തിൽ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് അധിക ശക്തിയുണ്ട്. ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ, കണ്ണുനീരോട്, വേദനയോട്, കലക്കത്തോട്, നാളെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള വേദനയോടിരിക്കുന്ന നിങ്ങൾ പ്രഭാതയാമത്തിൽ എഴിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ഉള്ള ഉണർവുള്ള ഒരു ഹൃദയം കർത്താവ് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഫറവോൻ ഇസ്രായേൽ ജനങ്ങളെ വിടാതെ തുരത്തിക്കൊണ്ട് വന്നതുപോലെ ഇന്ന് പലരെയും കർത്താവെ അവരുടെ ഇല്ലായ്മകൾ, പട്ടിണികൾ, രോഗങ്ങൾ, കടഭാരങ്ങൾ, ഇങ്ങനെ ഇവരെ തുരത്തിക്കൊണ്ട് വരുമ്പോൾ കർത്താവെ അവർക്ക് ദൈവമേ രക്ഷയില്ല എന്ന് നിന്നെ നോക്കി നിലവിളിക്കുന്ന ഈ പ്രഭാതയാമത്തിൽ കർത്താവെ നിൻ്റെ മക്കൾക്ക് നീ മറുപടി നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വരുന്ന കഷ്ടങ്ങളിൽ നിന്ന് കർത്താവ് ഇവർക്ക് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശത്രുവിൻ്റെ അന്ധകാര ശക്തികളിൽ നിന്ന് ഇവരെ വിടുവിച്ച് നിൻ്റെ മഹത്വം കാണുവാൻ നിൻ്റെ മക്കൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.